യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുയീൻ അലി തങ്ങൾക്ക് വധഭീഷണി. മുയീൻ അലി തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രശ്നമുണ്ടാക്കുമെന്നാണ് ഭീഷണി. ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവാണ് ഭീഷണിക്ക് പിന്നിലെന്നാണ് മുയീൻ അലി തങ്ങളുടെ ആരോപണം. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. മുയീൻ അലി തങ്ങളുടെ പ്രതികരണം കൂടി കണ്ട ശേഷം. നിങ്ങൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ പോകേണ്ട ഗതി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അവിടെ നല്ല ഒരു തങ്ങൾ കുടുംബത്തിലായതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയെല്ലാം ചെയ്യുന്ന ഒരാളാണ്. നിങ്ങള് ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോണ്ടി വരും. തങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനെയുള്ള പരിപാടിയിലൊക്കെയാണ് നമ്മളെല്ലാം നീങ്ങുന്നത്. കാരണം പാർട്ടി നിങ്ങൾ ഇതാക്കിയിട്ട് നേതൃത്വത്തിനെല്ലാം വെല്ലുവിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വധഭീഷണി ഞങ്ങൾക്ക്. അരുൺ പാറയ്ക്കൽ തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, മുയീൻ അലി തങ്ങൾക്കെതിരെ വധഭീഷണി മുഴക്കുന്ന റാഫി പുതിയകടവിന്റെ ശബ്ദ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്താണ് ഇതിനുള്ള സാഹചര്യം? മുയീൻ അലി തങ്ങൾ ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് മുയീൻ അലി തങ്ങൾ പ്രതികരിച്ചത്? ഗോപികൃഷ്ണൻ 9:15 മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ മുയീൻ അലി തങ്ങൾ എത്തിയത്. 9:15 വന്നതിന് ശേഷം 10:30 അദ്ദേഹം മൊഴി നൽകിക്കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, ഈ പരാതിയുമായി താൻ മുന്നോട്ട് പോകും. ഇതിന് പിന്നിൽ റാഫി പുതിയകടവിന് ആരെങ്കിലും പ്രേരണ നൽകുന്നുണ്ടോ ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം ഉയർത്താൻ? അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തണമെന്ന് തന്നെയാണ് മുയീൻ അലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി മാധ്യമപ്രവർത്തകർ സമസ്ത ലീഗ് വിഷയമാണോ ഇതിന് പിന്നിലെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ താൻ തയ്യാറല്ല. എല്ലാം പോലീസ് കണ്ടെത്തട്ടെ. നിങ്ങൾക്ക് ആ ഓഡിയോ സന്ദേശം, അതായത് ശബ്ദ സന്ദേശം കേട്ടാൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവുന്നില്ലേ എന്നാണ് മുയീൻ അലി തങ്ങളുടെ പ്രതികരണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം MSF ഒരു പാണക്കാട് കുടുംബത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പിന്തുണ നൽകിക്കൊണ്ട് ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. അതിൽ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് കുടുംബത്തിന്റെ കൊമ്പും ചില്ലയും വെട്ടാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നൊരു തരത്തിലുള്ള പരാമർശം നടത്തി. ഇതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുയീൻ അലി തങ്ങൾ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ റാഫി പുതിയകടവിന്റെ ഒരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായ ഒരു വിമർശനമാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ ആരോപണമായി ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തത തരാൻ മുയീൻ അലി തങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. മുയീൻ തങ്ങൾ മാധ്യമങ്ങളോട് വധഭീഷണി മുഴക്കിയ റാഫി പുതിയകടവിന് പിന്നിൽ ലീഗിലെ ഒരു വിഭാഗം ഉണ്ടെന്നാണോ അദ്ദേഹം സംശയിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. അതായത് റാഫി പുതിയകടവിന് പിന്നിൽ ലീഗിലെ ഒരു വിഭാഗമുണ്ട് എന്ന് തന്നെയുള്ള സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് പരസ്യമായി കണ്ടെത്താൻ സാധിക്കില്ല. അത് പോലീസ് കണ്ടെത്തട്ടെ എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇതിലൊരു പ്രേരണാശക്തി ഉണ്ട് എന്ന് മുയീൻ അലി തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരാതി തന്നെയാണ് തങ്ങൾക്കെതിരായിട്ടുള്ള ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് മുയീൻ അലി തങ്ങൾക്കെതിരായിട്ടുള്ള വധഭീഷണിക്ക് പിന്നിൽ ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയം അദ്ദേഹത്തിനുണ്ട്. മുയീൻ അലി തങ്ങൾ മലപ്പുറത്ത് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളായിരുന്നു അരുൺ പാറയ്ക്കൽ തിരൂരിൽ നിന്ന് നൽകിയത്.